ലക്ഷ്യം ലോകസഭയിലും രാജ്യസഭയിലും വരുന്ന ബില്ലുകളുടെയും നിയമങ്ങളുടെയും പിന്തുണയാണ്. 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണം ബില്ലുകളും നിയമങ്ങളും പാസാക്കുന്നതിന്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ 28 എംപിമാരിൽ 20 പേർ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 543 എംപിമാരാണ് ലോകസഭയിൽ, 3 ഒഴിവുകൾ, ബാക്കി 540 എംപിമാരുണ്ട് ലോകസഭയിൽ. ഇതിൽ 293 NDAയുടെ അംഗബലം. തൃണമൂൽ കോൺഗ്രസിന്റെ 20 അംഗങ്ങൾ കൂടി എത്തുമ്പോൾ NDAയുടെ അംഗബലം 313 ആയി മാറുന്നു. 23 അംഗങ്ങളുള്ള DMK NDAക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകാം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. DMK കൂടി എത്തിച്ചേരുമ്പോൾ 335ആയി NDAയുടെ ലോകസഭയിലെ അംഗസംഖ്യ. ഇരു വിഭാഗങ്ങളിലും അംഗമല്ലാത്ത 12 എംപിമാർ കൂടി NDAയോട് കൂടി ചേരുമ്പോൾ NDAയുടെ അംഗസംഖ്യ 347 ആകുന്നു. വെറും 13 എംപിമാരുടെ കുറവാണ് NDAക്ക് നിയമ ഭേദഗതികൾ പാസാക്കുന്നതിനും ബില്ലുകൾ പാസാക്കുന്നതിനും ലോകസഭയിൽ ഇനി വേണ്ടത്. എന്തായാലും അതും താമസിയാതെ എത്തിക്കാൻ കഴിയും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും. വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഈ 360 എംപിമാർ വേണമെന്നില്ല. കുറച്ചുപേർ മാറി നിന്നാലും അതിനാനുപാതികമായി ഭൂരിപക്ഷത്തിന്റെ എണ്ണം കുറയും. അങ്ങനെയുള്ള കുറവും ബില്ലുകൾ പാസാക്കുന്നതിന് പരിഗണിക്കപ്പെടും. ഇനി രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷത്തിന് 164 പേരുടെ പിന്തുണയാണ് വേണ്ടത്. രാജ്യസഭയിലെ സ്ഥിതി നമുക്കൊന്ന് നോക്കാം. 106 അംഗങ്ങൾ NDAക്ക് രാജ്യസഭയിലുണ്ട്. 7 പേർ ആം ആദ്മിയിൽ നിന്ന് വന്നു ചേർന്നു കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ 113 രാജ്യസഭയിൽ BJPയുടെ അംഗബലം. DMKക്ക് 8, തൃണമൂലിന് 12 എംപിമാരുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 20 എംപിമാരുണ്ട്. അതിൽ തന്നെ 16 എംപിമാർ കൂടി NDAയിൽ ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയിലും ബില്ലുകൾ കടന്നു പോകുന്നതിന് NDAക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അപ്പോൾ ഇനി NDAയുടെ അടുത്ത നീക്കം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതായിരിക്കും. അതുപോലെ മണ്ഡല പുനർനിർണയവും. അതിലൂടെ BJP ലക്ഷ്യമിടുന്നത് വൻ വളർച്ചയാണ്. എതിരാളികളില്ലാതെ അല്ലെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ദ്വിപാർട്ടി സംവിധാനമോ ഏക പാർട്ടി സംവിധാനമോ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. ഏക പാർട്ടി സംവിധാനം എന്ന്